വയനാട്ടിലെ ആളക്കൊല്ലി കാട്ടാന ബേലൂർ മഖിന വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണത്. ആന കബനിപ്പുഴ കടന്ന് പെരിക്കല്ലൂരിലെത്തിയിട്ടുണ്ട്. മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ബൈരക്കുപ്പ ഭാഗത്തേക്ക് നീങ്ങിയ ആന പുലർച്ചെയോടെ വീണ്ടും കേരളത്തിലെത്തുകയായിരുന്നു. പിന്നീട് ആന വീണ്ടും കർണാടക വനമേഖലയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അരുൺ പാറയ്ക്കൽ നൽകും വയനാട്ടിൽ നിന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. അരുൺ, ഈ ബേലൂർ മഖിന വീണ്ടും കേരളത്തിലേക്ക് കടന്നിരിക്കുന്നു. അത് ഈ പെരിക്കല്ലൂർ മേഖലയിലുണ്ട് എന്ന് ഉറപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അധികൃതർ. എന്താണ് നിലവിലെ സാഹചര്യം? ഈ ജനവാസ മേഖല അത് എത്രമാത്രം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ് അവിടെ? ജാഗ്രതാ നിർദ്ദേശം ഏത് രീതിയിൽ? പ്രജിൻ, ഇന്ന് രാവിലെ 4 മണിയോടുകൂടി ഈ ആന കബനിപ്പുഴ നീന്തിക്കടന്ന് പെരിക്കല്ലൂർ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. മുള്ളൻകൊല്ലി പഞ്ചായത്താണ്. മരക്കടവ് പള്ളിക്ക് സമീപമാണ് ആന എത്തിയത്. രാവിലെ 4 മണിയോടുകൂടിയാണ് ഈ ആനയെ നാട്ടുകാർ കണ്ടത്. തുടർന്ന് വനപാലകർ ഈ ആനയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കർണാടകയും അതുപോലെ തന്നെ കേരളവും വിവിധ സംഘങ്ങളായാണ് ആനയെ നിരീക്ഷിക്കുന്നത്. ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി തുടർന്ന് ആനയെ ട്രാക്ക് ചെയ്തിരുന്നു. ആന ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ആന പുഴ മറികടന്ന് കർണാടകത്തിലേക്ക് തന്നെ മടങ്ങിയിരിക്കുന്നു. ബൈരക്കുപ്പ ഭാഗത്തേക്കാണ്, അതായത് ഇന്നലെ രാത്രി ആന ബൈരക്കുപ്പ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. നാഗർഹോള വനമേഖലയാണ്. ഈ ഭാഗത്തേക്ക് തന്നെ ആന പോയിരിക്കുന്നു. മച്ചൂർ എന്ന സ്ഥലത്താണ് ഇപ്പോൾ ആനയുടെ അവസാന ലൊക്കേഷൻ ലഭിച്ചിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്തൊക്കെ ജനവാസ മേഖലയുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ ഈ ആനയെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനവാസ മേഖലയിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആന വീണ്ടും പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. ആന അതിവേഗം മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവക്കാരനാണ്, അക്രമകാരിയാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് കടുത്ത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വനം വകുപ്പ് സംഘം, RRT സംഘമൊക്കെ, ദൗത്യ സംഘമൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ ഈ ആനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ്. ഏറ്റവും ഒടുവിലത്തെ സിഗ്നൽ പ്രകാരം, റേഡിയോ കോളർ സിഗ്നൽ പ്രകാരം മച്ചൂർ എന്ന പ്രദേശത്താണ് ഈ ആനയുള്ളതെന്നാണ് നമുക്ക് വനം വകുപ്പിൽ നിന്ന്, ദൗത്യ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ആനയെ ഇന്ന് വീണ്ടും ഒരു അനുയോജ്യമായ ഭൂപ്രകൃതിയിൽ ലഭിക്കുകയാണെങ്കിൽ 10ാം ദിവസമാണ്, ഇന്ന് മയക്കുവെടിവെക്കാൻ കഴിയുമെന്നാണ് ഈ വനം വകുപ്പിന്റെ പ്രതീക്ഷ. വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രജിൻ, ബേലൂർ മഖിന വീണ്ടും പുഴ മുറിച്ചു കടന്നു എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. അത് കർണാടകയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ബൈരക്കുപ്പ ഭാഗത്തേക്കാണ് ബേലൂർ മഖിന പോയത് എന്നാണ് ഇപ്പോൾ അരുൺ പാറയ്ക്കൽ നൽകിയ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ.